യേശുമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 78-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചാലോ? രക്ഷാകര ചരിത്രത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം പറയുന്നത്. ചരിത്രം നൽകുന്ന ഒരു പാഠമാണ്. 72 വചനങ്ങളുള്ള ഒരു നീണ്ട സങ്കീർത്തന ഭാഗമാണ്. ദൈവജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണിത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രതിപാദനം ഇതിലുടനീളം നിൽക്കുകയാണ്. അവരുടെ തെരഞ്ഞെടുപ്പ്, ഉടമ്പടി, അവരുടെ അവിശ്വസ്തത, ദൈവം തിരുത്തുന്നത്, ഇതെല്ലാം എടുത്തു പറയുന്നു. ദൈവം ചരിത്രത്തിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികളെ വരും തലമുറയ്ക്ക് കൈമാറുക എന്നത് ഒരാവശ്യമാണെന്ന് സങ്കീർത്തകൻ പറയുന്നു. ദൈവമായിട്ടുള്ള വിശ്വസ്തതയുടെ ഒരു ഭാഗമാണിത്. ഇസ്രായേൽ ജനതയെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന രക്ഷാകരമായിട്ടുള്ള പ്രവൃത്തികൾ, അവരോടുള്ള ഉടമ്പടി, ഇതൊക്കെ മറക്കുന്നതിലൂടെ ജനം ദൈവത്തോടുള്ള അവിശ്വസ്തതയാണ് കാണിക്കുന്നത് എന്ന് സങ്കീർത്തകൻ പറയുന്നു. ന്യായാധിപന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തിന് നിരന്തരമായിട്ട് തിരുത്തലുകൾ നൽകുന്നുണ്ട്. എന്നാൽ അവർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അവിശ്വസ്തത പ്രവർത്തിക്കുന്നവരെ ദൈവം നിശ്ചയമായിട്ടും ഉപേക്ഷിക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. എന്നാൽ തിരിച്ചു വരുന്നവരെ കർത്താവ് അനുഗ്രഹം നൽകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജനനം മുതൽ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങൾ ഓർക്കുന്നു, നിന്നിൽ നിന്ന് അകന്നുപോയാലും ഞങ്ങൾ തിരിച്ചു വരാമെന്നുള്ള പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തിരിക്കുന്ന നിരവധിയായിട്ടുള്ള അനന്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. നമുക്ക് തിരിച്ചു വരാം പ്രിയപ്പെട്ടവരെ. നമ്മൾ ദൈവത്തിൽ നിന്ന് ഇത്തിരി അകന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു വാഗ്ദാനം ചെയ്യാം. കർത്താവെ, ഞങ്ങൾ ഇന്നത്തെ ദിവസം തിരിച്ചു വരികയാണ്. നീ ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ദൈവസമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.